നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാൻ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന്റെ ഫലമായി ഇതുവരെ ആർക്കും എന്തെങ്കിലും പാർശ്വഫലങ്ങളോ ഗുരുതരമായ സങ്കീർണതകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ. രാജ്യത്തെ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. നിർദ്ദിഷ്ട വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഒമാനിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 343 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അവധി ദിനങ്ങളായ വെള്ളി, ശനി ദിവസങ്ങളിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഞായറാഴ്ച ഒമാൻ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത്. വ്യാഴാഴ്ച 119 പേർക്കും, വെള്ളിയാഴ്ച 102 പേർക്കും, ശനിയാഴ്ച 122 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബഹ്റൈനിൽ മഴ മൂലം കെട്ടിടത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീണതുമൂലം താമസക്കാരായ 16 പേരെ സിവിൽ ഡിഫൻസ് വിഭാഗം ഇടപെട്ട് അടിയന്തരമായി ഒഴിപ്പിച്ചു. ജിദാലിയിലെ പഴക്കം ചെന്ന ഒരു വീടാണ് മഴ മൂലം നിലം പൊത്താനായത്. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം സഹായം തേടിയതിനെ തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തി ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയതെന്ന് പാർലമെന്റ് അംഗം സൈനബ് അബ്ദുൽ അമീൻ അറിയിച്ചു. 4 കുടുംബങ്ങൾ താമസിച്ചിരുന്ന 4 നിലകളുള്ള വീടിന്റെ ചുമർ മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഒമാനിൽ ന്യൂനമർദ്ദം ജനുവരി ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ സിവിൽ ഡിഫൻസ്, റോയൽ ഒമാനും പോലീസും ജാഗ്രതാ നിർദ്ദേശം നൽകി. രാജ്യത്തിന്റെ വടക്കൻ ഗവേണേറ്റുകളിലുള്ള ജനങ്ങൾ അസ്ഥിര കാലാവസ്ഥ മുന്നിൽ കണ്ടുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. മുസന്തം, വടക്കൻ അൽ ബത്തിന, തെക്കൻ അൽ ബത്തിന, മസ്കറ്റ്, തെക്കൻ അൽ ഷർഖിയ, വടക്കൻ ഷർഖിയ എന്നീ മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. ഇവിടങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. കടൽ പ്രക്ഷുബ്ധമാകാനും 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാനും സാധ്യത പ്രവചിക്കപ്പെടുന്നു. ശക്തമായ കാറ്റുമൂലം മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച വരെ UAE-ൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്ക് കിഴക്കൻ മേഖലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. തെക്കു പടിഞ്ഞാറിൽ നിന്നുള്ള ന്യൂനമർദ്ദവും ചെങ്കടലിന് മുകളിലൂടെയുള്ള മേഘങ്ങൾ UAE-ലേക്ക് നീങ്ങുന്നതുമാണ് മഴയ്ക്ക് സാധ്യത കൂടുന്നത്. ദുബായിൽ റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യുന്നു. ഇന്നും നാളെയും രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും മേഘാവൃതമായിരിക്കും. മിന്നലോട് കൂടിയ മഴയുണ്ടാകും. ചിലയിടങ്ങളിൽ ആലിപ്പഴവും വീഴാൻ സാധ്യതയുണ്ട്. താപനില ഗണ്യമായി കുറയും. സമുദ്രം പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വെള്ളക്കെട്ടിന് സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും സൂചിപ്പിച്ചു. മുൻ കാമുകിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവിന് UAE-ൽ 3 മാസം ജയിൽ ശിക്ഷ നൽകിയിരിക്കുന്നു. കാമുകിയുമായി പിരിഞ്ഞതിനു ശേഷം ഇയാൾ ദൃശ്യങ്ങൾ കൈവശം വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. യുവതി പരാതി നൽകിയതോടെയാണ് 31 വയസ്സുകാരൻ അറസ്റ്റിലായത്. പ്രതിക്കൊപ്പം ജോലി ചെയ്തിരുന്ന 28-കാരിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇരുവരും പ്രണയത്തിലായിരുന്നുവെങ്കിലും പിരിഞ്ഞതിനു ശേഷം ഒരു തർക്കത്തിന്റെ പേരിൽ യുവതിയെ അസഭ്യം പറയുകയും തന്റെ കൈവശമുള്ള സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് തന്റെ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുമെന്നും താനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി ചെയ്തത്. സൗദിയിൽ നിന്നും വിദേശികൾ സ്വദേശങ്ങളിലേക്ക് അയക്കുന്ന പണത്തിൽ ഇടിവ് രേഖപ്പെടുത്തി. നവംബർ മാസത്തിലെ പണമിടപാടിലാണ് കുറവ് നേരിട്ടത്. ഒക്ടോബറിലെ പണമിടപാടിനെ അപേക്ഷിച്ച് 4% കുറവാണ് രേഖപ്പെടുത്തിയത്. സൗദി ദേശീയ ബാങ്കായ സാമ പ്രസിദ്ധീകരിച്ച കണക്കുകളിലാണ് വിദേശ പണമിടപാടിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ മുഖേന നവംബറിൽ വിദേശികൾ 1297 കോടി റിയാൽ അയച്ചതായി സാമയുടെ റിപ്പോർട്ട് പറയുന്നു. ഒക്ടോബറിൽ ഇത് 1302 കോടിയായിരുന്നിടത്താണ് കുറവ്. ക്വാറന്റൈൻ നിബന്ധനകൾ വീണ്ടും പുതുക്കി അബുദാബി. കോവിഡ് വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഐസൊലേഷൻ ക്വാറന്റൈൻ നിബന്ധനകൾ അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ പുതുക്കിയത്. കോവിഡ് ബാധിതരും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും സ്വീകരിക്കേണ്ട മാർഗരേഖയുമായി സമൂഹമാധ്യമങ്ങളിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. PCR പരിശോധനാ ഫലം പോസിറ്റീവായാൽ ഏറ്റവും അടുത്തുള്ള സേഹ ഡ്രൈവ് ത്രൂ സ്ക്രീനിംഗ് കേന്ദ്രത്തിലെത്തി പുനഃപരിശോധന നടത്തണം. നെഗറ്റീവാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം വീണ്ടും PCR എടുത്ത് ഫലം നെഗറ്റീവാണെങ്കിൽ സാധാരണ ജീവിതം തുടരാം.
സൗദി അറേബ്യയിൽ കോവിഡ് പ്രോട്ടോകോൾ വീണ്ടും നിർബന്ധമാക്കി. 24 മണിക്കൂറിനിടയിൽ 4154 ലംഘനങ്ങൾ കണ്ടെത്തിയെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ കർശനമാക്കിയ മാസ്ക് ധരിക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് ഒരു ദിവസത്തിനുള്ളിൽ ഇത്രയും ആളുകൾ ലംഘിച്ചത്. റിയാദ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റു മേഖലകളിലെ കണക്ക് ഇങ്ങനെയാണ്: മദീന 530, മക്ക 490, കിഴക്കൻ പ്രവിശ്യ 473, അൽഖസീം 238, വടക്കൻ അതിർത്തി പ്രദേശം 208, അസീർ 194, ഹായിൽ 165, അൽബാഹ 133, തബൂക്ക് 110, അൽജൌഫ് 82, നെജ്റാൻ 77, ജിസാൻ 55. ആരോഗ്യ പ്രതിരോധ നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പൗരന്മാരോടും രാജ്യത്തെ വിദേശ താമസക്കാരോടും ആവർത്തിച്ച് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.